ഹഡിയേഴ്സ് ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ക്ലാസ്സിൽ വരുന്നത് നെക്ലസ് ആണ്. നെക്ലസ് മേക്കിംഗ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇവിടെ നെക്ലസിൻ്റെ ലെങ്ത് ഗൈഡ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ പല പല പാറ്റേണിൽ പല പല സൈസിലാണ്, ഓരോന്നിനും ഓരോ നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചാർട്ട് ഗൂഗിളിൽ നെക്ലസ് ലെങ്ത് ഗൈഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ആളിൻ്റെ സൈസും ഹൈറ്റും അനുസരിച്ച് പലർക്കും ഇതിൽ ഈ സൈസിൽ വ്യത്യാസം വരും. ഈ ഒരു ചാർട്ട് ഗൈഡ് ഫോളോ ചെയ്താണ് ഇന്നൊരു നെക്ലസ് മേക്ക് ചെയ്തായി കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെ 14 ഇഞ്ചസാണ് നമ്മുടെ നെക്ലസിൻ്റെ ശരിക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത്. ഈ 14 ഇഞ്ചസിലാണ് നമ്മളിന്ന്, ഇഞ്ചിലാണ്, സെൻറ്റിമീറ്റർ അല്ല, അതൊന്ന് ശ്രദ്ധിക്കണം. 14 ഇഞ്ചിലാണ് നമ്മൾ നെക്ലസ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ 14 ഇഞ്ചിൽ നമ്മുടെ ഈ ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് വരുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ലോക്കാണ്. അപ്പോൾ നമുക്ക് ആ ലോക്കിൻ്റെ ലെങ്ത് നോക്കണം. ആ ഹുക്കിൻ്റെ ലെങ്ത് കണ്ടോ, 1/2 ഇഞ്ചാണ് ഹുക്കിൻ്റെ ലെങ്ത് വരുന്നത്. പിന്നെ 1 ഇഞ്ചോളം ഉണ്ട് അതിൻ്റെ ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന പീസിന് വരുന്ന ലെങ്ത്. അപ്പോൾ ഇത് നമ്മൾ മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു നെക്ലസ് ചെയ്യാനായിട്ട്. ഇനി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് സ്പേസർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗിയർ വയർ എടുത്തിട്ടുണ്ട്, ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഉണ്ട്, ഒപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ ആവശ്യമായ പെൻഡൻറ്റ്. ഞാനിവിടെ 5 ചെറിയ പെൻഡൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ലസ് ഒന്ന് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ഗിയർ വയറിൽ നമുക്കൊരു 15 ഇഞ്ചിലാണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 15 അല്ലെങ്കിൽ 15.5 ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 15.5 ഇഞ്ചിലാണ് ഈ ഒരു ത്രെഡ്, നമ്മുടെ ഇൻവിസിബിളിൻ്റെ ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മളെപ്പോഴും ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം, 5ഉം 6ഉം പെൻഡൻറ്റ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ ഫസ്റ്റ് ബീഡ്സ് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിതുപോലെ പെൻഡൻറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി രണ്ടറ്റത്ത് നമുക്ക് സ്പേസർ ബീഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്പേസർ ബീഡ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് 2mm ചെറിയ സ്പേസർ ബീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഈ രണ്ടറ്റത്തും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സൈഡിൽ രണ്ടറ്റത്തുമായിട്ട് ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ചെറിയ തിന്നായിട്ട് വരുന്നതാണ് നമ്മുടെ ഗിയർ ലോക്കിംഗ് ബീഡ്സ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, വളരെ തിന്നാണ്. ഞാൻ ഫസ്റ്റ് ടൈമിൽ വാങ്ങിയ റൈറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ലോക്കിംഗ് ബീഡ്സ് പോലെ തോന്നും, പക്ഷേ കുറച്ചുകൂടി കട്ടിയുള്ള ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പേസർ ബീഡ്സ് പോലെ നമ്മൾ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാനാണ് അധികം യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഗിയർ ലോക്ക് ചെയ്യരുത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ രണ്ടറ്റത്തും ഇതുപോലെ സ്മോൾ സൈസിൽ വരുന്ന ഈ ഒരു ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നമ്മളിപ്പോൾ സെൻറ്ററിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു സെൻറ്ററിൽ ഇതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അത് സെൻറ്ററിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫ്ലാറ്റ് നോസുള്ള പ്ലെയർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടറ്റത്തും നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഫസ്റ്റ് സെറ്റ് പെൻഡൻറ്റ് ഇതുപോലെ സെറ്റായി കിട്ടും. അപ്പോൾ പെൻഡൻറ്റിനൊപ്പം തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ സ്പേസർ ബീഡ് എടുക്കുക. ഇവിടെ ഓവർ വലിപ്പമുള്ള സ്പേസർ ബീഡ് ആണെങ്കിൽ നമ്മുടെ പെൻഡൻറ്റിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമ്മളിത് ഇതുപോലെ 2 ഈ അറ്റത്തും 2 ഈ അറ്റത്തും കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ ഇതുപോലൊരു ഐറ്റം നമ്മൾ കട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ കഷ്ണമോ അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡ് പീസോ എന്തെങ്കിലും എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം, ഒരു ഇഞ്ചസിൽ അടയാളപ്പെടുത്താം. അപ്പോൾ 1.5 ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സൈഡ് ഞാനിവിടെ 2 ഇഞ്ചസിലുമാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ നെക്ലസിലെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ബീഡ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ പെൻഡൻറ്റ് തമ്മിലുള്ള അകലം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എനിക്ക് ആവശ്യത്തിനുള്ള കഴുത്തിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നോർമൽ എടുത്തു കഴിഞ്ഞാൽ 1 ഇഞ്ച് തന്നെ ധാരാളമാണ്. ഞാനിവിടെ എനിക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് 1.5 എടുത്തിരിക്കുന്നത്. നമുക്ക് മിനിമം ഗ്യാപ്പ് 1 ഇഞ്ച് തന്നെ ധാരാളമായിരിക്കും, അല്ലെങ്കിൽ 1.5ഉം നമുക്ക് എടുക്കാം. കഴുത്തിൻ്റെ വണ്ണവും നീളവും ഒക്കെ അനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ അളവിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ നമ്മൾ ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഇത് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. കണ്ടില്ലേ, വീഡിയോ ശ്രദ്ധിച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഇതുപോലെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 2 സൈഡിലും നമ്മൾ ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഇട്ട് സെറ്റ് ചെയ്താണ് പോകുന്നത്. ഇനി ഈ ഒരു അറ്റത്ത് ഈ കാണുന്ന പോലെ നമ്മളൊരു സ്പേസ് ബീഡ് ഇട്ട് കൊടുക്കും, അത് കഴിഞ്ഞൊരു പെൻഡൻറ്റ് ഇട്ട് കൊടുക്കും, അതിനുശേഷം ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഇട്ടിട്ട് അവിടെയും നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ എടുക്കുന്ന ബീഡ്സിന് ഏകദേശം മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്പേസർ ബീഡ്സ് ഇടാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇത് വരുമ്പോൾ മനസ്സിലാവും എവിടെ എന്താണ് മാച്ച് ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഈ ഒരു നെക്ലസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ ഓരോ പെൻഡൻറ്റും തമ്മിൽ എത്രത്തോളം ഗ്യാപ്പ് കൊടുക്കണം എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പലരുടെയും നെക്കിന് വണ്ണമുള്ള നെക്കൊക്കെ ആണെങ്കിൽ ഗ്യാപ്പ് 1.5 ധാരാളമായിരിക്കും. വണ്ണം കുറഞ്ഞ കഴുത്താണെന്നുണ്ടെങ്കിൽ അതിന് 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കാം. കിഡ്സിനാവുമ്പോൾ ഇതിൻ്റെ നമ്മുടെ മെഷർമെൻറ്റിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. 0.5 ഒക്കെ എടുത്താൽ മതിയായിരിക്കും. കിഡ്സിൻ്റെത് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ മൊത്തമുള്ള നെക്ലസിൻ്റെ ലെങ്ത്ത് 15.5 ഇഞ്ചസാണ് എടുത്തത്. അതിൽ ഞാനിവിടെ 1 ഇഞ്ചാണ് ഈ കാണുന്ന രീതിയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇങ്ങനെ ഹുക്കാണ് പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 ഗിയർ ലോക്കിംഗ് ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഹുക്ക് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഹുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ത്രെഡിൻ്റെ അറ്റം
നമ്മൾ ഈ ഒരു ഗിയർ ലോക്ക് രണ്ടിൻ്റെയും ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കടത്തി കൊടുത്തിട്ട് താഴേക്ക് വലിച്ചു കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ നോക്കുക, നമ്മുടെ മാലയുടെ ലെങ്ത്ത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലാറ്റ് നോസുള്ള നമ്മുടെ പ്ലെയർ കൊണ്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ 2 എണ്ണം ഇട്ട് കൊടുക്കുന്നത് ഇത് വലിഞ്ഞ് റിട്ടേൺ ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് വലിച്ചൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം 2 ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് ടൈറ്റ് ചെയ്യുന്ന ടൈമിൽ നല്ലോണം തന്നെ ടൈറ്റ് ചെയ്യാനും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിതിൽ ബാക്കി നിൽക്കുന്നത് ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മുടെ ലോക്ക് ഒരു സൈഡ് ഇതുപോലെ ഫിക്സായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അറ്റത്തും കൂടി നമുക്ക് സെയിം രീതിയിൽ തന്നെ ഫിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മാലയുടെ ടോട്ടൽ ലെങ്ത്ത് അപ്പോൾ 14 ഇഞ്ചിലാണ് നമുക്ക് വേണ്ടത് മാല. അപ്പോൾ 14 ഇഞ്ചിൽ ബാലൻസ് വരുന്ന സൈഡ് നമ്മൾ മാർക്ക് ചെയ്യുക. ആ ഒരറ്റത്ത് ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഗിയർ ലോക്കിംഗ് ബീഡ്സിൽ ആ ഒരു ത്രെഡിൻ്റെ അറ്റം കടത്തി കൊടുത്ത് താഴേക്ക് വലിച്ചു കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ലെങ്ത്ത് നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത്. മാലയുടെ വേണ്ട ലെങ്ത്ത് തന്നെയാണോ ഉള്ളതെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ ബീഡ്സ് ഇട്ടിട്ട് പ്രസ് ചെയ്ത് ഗിയർ ലോക്കിംഗ് ബീഡ്സ് പ്രസ് ചെയ്ത് കൊടുക്കാവൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ മാല ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾ ഈ ഒരു രീതിയിലാണോ മുമ്പ് ചെയ്തിരുന്നതെന്നുള്ള കാര്യവും കൂടി അറിയിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും പരാതിയോ നിർദ്ദേശമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ പറയാവുന്നതാണ്. ഈ ഒരു പാറ്റേൺ എല്ലാവരും ചെയ്തു നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫോട്ടോസ് ഗ്രൂപ്പിൽ മസ്റ്റായിട്ടും എല്ലാ മെമ്പേഴ്സും ഷെയർ ചെയ്യുക.